ലോകത്തിൽ ആദ്യമായി മാർഗനിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ രാജ്യം ഏത്? എ. സ്പെയിൻ, ബി. അമേരിക്ക, സി. റഷ്യ, ഡി. ബ്രിട്ടൻ. ലോകത്തിൽ ആദ്യമായി മാർഗനിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ രാജ്യം ഏത്? ഉത്തരം എ. സ്പെയിൻ. അജ്ഞാത കൽപ്പന എന്നിങ്ങനെ അർത്ഥം വരുന്ന റിട്ട് ഏത്? എ. ഹേബിയസ് കോർപ്പസ്, ബി. മണ്ടാമസ്, സി. പ്രൊഹിബിഷൻ, ഡി. കോവാറന്റോ. ഉത്തരം ബി. മണ്ടാമസ്. 6 വയസ്സിനു മുകളിൽ പ്രായമുള്ള എല്ലാ കുട്ടികൾക്കും നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം നൽകേണ്ടത് സംസ്ഥാനത്തിന്റെ കടമയാണ് എന്ന് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏത്? എ. ആർട്ടിക്കിൾ 40, ബി. ആർട്ടിക്കിൾ 45, സി. ആർട്ടിക്കിൾ 52, ഡി. ആർട്ടിക്കിൾ 32. 6 വയസ്സിനു മുകളിൽ പ്രായമുള്ള എല്ലാ കുട്ടികൾക്കും നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം നൽകേണ്ടത് സംസ്ഥാനത്തിന്റെ കടമയാണ് എന്ന് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏത്? ഉത്തരം ബി. ആർട്ടിക്കിൾ 45. മൗലിക കർത്തവ്യങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ പ്രധാനമന്ത്രി ആരാണ്? എ. രാജീവ് ഗാന്ധി, ബി. വി. പി. സിംഗ്, സി. മൊറാർജി ദേശായി, ഡി. ഇന്ദിരാഗാന്ധി. മൗലിക കർത്തവ്യങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ പ്രധാനമന്ത്രി ആരാണ്? ഉത്തരം ഡി. ഇന്ദിരാഗാന്ധി. ഒരു വ്യക്തിയെ ഒരു കുറ്റത്തിന് ഒന്നിലധികം തവണ വിചാരണ ചെയ്യാനോ ശിക്ഷിക്കാനോ പാടില്ല എന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏത്? എ. അനുച്ഛേദം 22, ബി. അനുച്ഛേദം 11, സി. അനുച്ഛേദം 20, ഡി. അനുച്ഛേദം 9. ഒരു വ്യക്തിയെ ഒരു കുറ്റത്തിന് ഒന്നിലധികം തവണ വിചാരണ ചെയ്യാനോ ശിക്ഷിക്കാനോ പാടില്ല എന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏത്? ഉത്തരം സി. അനുച്ഛേദം 20. അനുച്ഛേദം 19 ഇന്ത്യൻ ഭരണഘടനയുടെ നട്ടെല്ല് എന്ന് വിശേഷിപ്പിച്ചത് ആര്? എ. ജെ. ബി. കൃപലാനി, ബി. ഗാന്ധിജി, സി. ജവഹർലാൽ നെഹ്റു, ഡി. ബി. ആർ. അംബേദ്കർ. അനുച്ഛേദം 19 ഇന്ത്യൻ ഭരണഘടനയുടെ നട്ടെല്ല് എന്ന് വിശേഷിപ്പിച്ചത് ആര്? ഉത്തരം ഡി. ഡോക്ടർ ബി. ആർ. അംബേദ്കർ. 3 സംരക്ഷകർ എന്നറിയപ്പെടുന്ന അനുച്ഛേദം ഏത്? എ. ആർട്ടിക്കിൾ 20, ബി. ആർട്ടിക്കിൾ 21, സി. ആർട്ടിക്കിൾ 22, ഡി. ആർട്ടിക്കിൾ 23. 3 സംരക്ഷകർ എന്നറിയപ്പെടുന്ന അനുച്ഛേദം ഏത്? ഉത്തരം എ. ആർട്ടിക്കിൾ 20. അടിമത്തം നിരോധിക്കുന്ന ഭരണഘടനാ വകുപ്പ് താഴെ പറയുന്നതിൽ ഏതാണ്? എ. ആർട്ടിക്കിൾ 20, ബി. ആർട്ടിക്കിൾ 21, സി. ആർട്ടിക്കിൾ 22, ഡി. ആർട്ടിക്കിൾ 23. അടിമത്തം നിരോധിക്കുന്ന ഭരണഘടനാ വകുപ്പ് താഴെ പറയുന്നതിൽ ഏതാണ്? ഉത്തരം ഡി. ആർട്ടിക്കിൾ 23. ഇന്ത്യയിൽ പണനയം നടപ്പിലാക്കുന്ന സ്വതന്ത്ര അതോറിറ്റി ഏത്? എ. ധനകാര്യ മന്ത്രാലയം, ബി. ഗവൺമെന്റ്, സി. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, ഡി. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഇന്ത്യയിൽ പണനയം നടപ്പിലാക്കുന്ന സ്വതന്ത്ര അതോറിറ്റി ഏത്? ഉത്തരം സി. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഗാർഹിക പീഡന നിരോധന നിയമം പാസാക്കിയ വർഷം ഏത്? എ. 2005, ബി. 2008, സി. 2012, ഡി. 2016. ഗാർഹിക പീഡന നിരോധന നിയമം പാസാക്കിയ വർഷം ഏത്? ഉത്തരം എ. 2005. GST,
ചരക്ക് വ്യാപാര നികുതി ഏതുതരം നികുതിയാണ്? എ. പ്രത്യക്ഷ നികുതി, ബി. പരോക്ഷ നികുതി, സി. വരുമാന നികുതി, ഡി. മൂല്യവർദ്ധിത നികുതി. GST അതായത് ചരക്ക് വ്യാപാര നികുതി ഏതുതരം നികുതിയാണ്? ഉത്തരം ബി. പരോക്ഷ നികുതി. പ്രാദേശിക ഭരണകൂടങ്ങൾക്ക് ഭരണഘടനാ പദവി നിർദ്ദേശിച്ച കമ്മിറ്റി ഏത്? എ. PK തുങ്കൻ കമ്മിറ്റി, ബി. ബൽവന്ത് റായ് കമ്മിറ്റി, സി. സക്കരിയ കമ്മീഷൻ, ഡി. തോംസൺ കമ്മിറ്റി. പ്രാദേശിക ഭരണകൂടങ്ങൾക്ക് ഭരണഘടനാ പദവി നിർദ്ദേശിച്ച കമ്മിറ്റി ഏത്? ഉത്തരം എ. PK തുങ്കൻ കമ്മിറ്റി. ആസൂത്രണ കമ്മീഷന്റെ പുതിയ പേര് എന്താണ്? എ. ദേശീയ വികസന സമിതി, ബി. ആസൂത്രണ ബോർഡ്, സി. നീതി ആയോഗ്, ഡി. കേന്ദ്ര ധനകാര്യ മന്ത്രാലയം. ആസൂത്രണ കമ്മീഷന്റെ പുതിയ പേര് എന്താണ്? ഉത്തരം സി. നീതി ആയോഗ്. നിങ്ങൾ പറയുന്നതിനോട് ഞാൻ വിയോജിക്കുന്നു, പക്ഷേ അത് പറയുവാനുള്ള നിങ്ങളുടെ അവകാശത്തിന് ഞാൻ മരണം വരെ പോരാടും. ഇത് ആരുടെ വാക്കുകളാണ്? എ. വോൾട്ടയർ, ബി. ഗാന്ധിജി, സി. നെഹ്റു, ഡി. തോംസൺ. നിങ്ങൾ പറയുന്നതിനോട് ഞാൻ വിയോജിക്കുന്നു, പക്ഷേ അത് പറയുവാനുള്ള നിങ്ങളുടെ അവകാശത്തിന് ഞാൻ മരണം വരെ പോരാടും. ഇത് ആരുടെ വാക്കുകളാണ്? ഉത്തരം എ. വോൾട്ടയർ. പബ്ലിക് അക്കൗണ്ടൻസ് കമ്മിറ്റിയുടെ ചെയർമാനെ നാമനിർദ്ദേശം ചെയ്യുന്നത് ആര്? എ. പ്രധാനമന്ത്രി, ബി. രാഷ്ട്രപതി, സി. ലോക്സഭാ സ്പീക്കർ, ഡി. രാജ്യസഭയുടെ ചെയർമാൻ. പബ്ലിക് അക്കൗണ്ടൻസ് കമ്മിറ്റിയുടെ ചെയർമാനെ നാമനിർദ്ദേശം ചെയ്യുന്നതാര്? ഉത്തരം സി. ലോക്സഭാ സ്പീക്കർ. നോട്ട നിഷേധ വോട്ട് നടപ്പിലാക്കിയ ആദ്യ രാജ്യം ഏത്? എ. നെതർലാൻഡ്, ബി. ബ്രിട്ടൻ, സി. അമേരിക്ക, ഡി. ഫ്രാൻസ്. നോട്ട അഥവാ നിഷേധ വോട്ട് നടപ്പിലാക്കിയ ആദ്യ രാജ്യം ഏത്? ഉത്തരം ഡി. ഫ്രാൻസ്.